ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള വിള്ളലുകൾക്ക് കാരണമെന്തെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുഴുവനായിട്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. യെസ്, ഈ പേഴ്സന്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് കാരണം നിങ്ങളുമായിട്ട് ഉള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പല വിള്ളലുകളും സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ ആ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ധൈര്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള കോൺഫിഡൻസോ മാനസികപരമായിട്ടുള്ള എനർജിയോ ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. കാരണം മുഴുവനായിട്ട് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, ആ പ്രശ്നം എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനുള്ള കാരണം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നത്തെ മറികടക്കാനുള്ള ഒരു മനോധൈര്യം നമ്മളിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും, അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഈ പേഴ്സന്റെ അവസ്ഥ. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തില് വേണ്ടുന്നത്ര കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു മനോധൈര്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷന് എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെ തടസ്സങ്ങളാണ് വരുന്നത്, ആരൊക്കെ കാരണമാണ് എന്നിങ്ങനെയുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേണ്ടുന്ന വിധത്തിൽ ഈ പേഴ്സണ് അറിവില്ലായിരുന്നു. അതുകൊണ്ട് ഈ പേഴ്സണ് ധൈര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ വ്യക്തിയുടെ എനർജിക്ക് നല്ല രീതിയിലുള്ള ധൈര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ യു ഓൾറെഡി ഹാവ് ഓൾ ദി ആൻസേഴ്സ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് ഈ പേഴ്സൺ വളരെ നന്നായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിനോട് വളരെ നന്നായിട്ട് തന്നെ ഈ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ആ ഒരു ഡോൾഫിൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു മാസ് കമ്മ്യൂണിക്കേഷനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ശത്രുക്കളായിട്ടുള്ള അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് ആ തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ പ്രണയബന്ധത്തെ അങ്ങേയറ്റം നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആ തേർഡ് പാർട്ടി ആയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ആശയവിനിമയം, മനസ്സ് തുറന്നുള്ള ഒരു സംസാരം ഈ വ്യക്തി നടത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടി ഈ പേഴ്സണ് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മെഡിസിൻ മദർ ആണ്, ഹോണർ യുവർ ഇന്നർ നോയിങ് ആണ്. അതായത് ഇവിടെ അമ്മയുടെ ഒരു സാന്നിധ്യമില്ലായ്മ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് അമ്മയുടെ ഒരു സാന്നിധ്യമില്ലായ്മ, ചിലപ്പോൾ ഈ പേഴ്സന്റെ അമ്മയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാകാം, ഈ ഒരു റിലേഷൻഷിപ്പിനോട് അത്രയും അങ്ങോട്ട് പോസിറ്റീവായിട്ടല്ല റിയാക്ട് ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആകാം, നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, മാരേജ് ലൈഫ് ആകാം. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടും അത് മര്യാദക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയുടെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സാന്നിധ്യമില്ലായ്മ ഇവിടെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അമ്മയുടെ ആ ഒരു സാന്നിധ്യം എങ്ങനെയെങ്കിലും ഉയർത്തിയെടുക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ അത്രയും അങ്ങോട്ട് താല്പര്യമില്ലായിരിക്കാം, അവര് എതിരായിട്ടായിരിക്കാം ഇപ്പോഴും നിൽക്കുന്നുണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ആ ഒരു എനർജി ഒന്നും കൂടി പൊടി തട്ടിയെടുക്കാനും അല്ലെങ്കിൽ അമ്മയുടെ എനർജി കുറച്ചും കൂടെ എന്താ പറയാ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്.
ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പേഴ്സണ് ഇനി വേറൊരു ജീവിതമില്ല. വേറെ ആരുമായിട്ടും ഒരു ജീവിതമില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പം ഒരാളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ ആളെ സ്വീകരിക്കും അല്ലെ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഇപ്പോഴും ഒറ്റക്കാണ്. നിങ്ങളുമായിട്ട് എപ്പോഴാണോ വേർപിരിഞ്ഞത് ആ ഒരു നിമിഷം മുതൽ തൊട്ട് ഈ പേഴ്സൺ ഒറ്റക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണ്. ആ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവിടെ എന്തൊക്കെ സന്തോഷങ്ങൾ വന്നാലും എന്തൊക്കെ വെളിച്ചങ്ങൾ വന്നാലും ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഈ പേഴ്സൺ ഒറ്റക്കാണ്. ഈ പേഴ്സന്റെ മനസ്സുകൊണ്ട് ഈ വ്യക്തി വളരെയധികം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഈ വ്യക്തി കുറുക്കന്റെ ബുദ്ധി എടുത്തിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നത്. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ പേഴ്സന്റെ ഇഷ്ടങ്ങളെയും പ്രണയത്തെയും അതുപോലെ സ്വകാര്യ ജീവിതത്തെയും വേണ്ടുന്നത്ര രീതിയിൽ സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സന്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്വന്തം ജീവിതം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു കുറുക്കന്റെ ബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ളവരായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ അവനവന്റെ ജീവിതത്തിനോട് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ആ ഒരു ബുദ്ധി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല, ഈ വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. അത് ഈ പേഴ്സന്റെ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ കാരണം എന്തെങ്കിലും സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർ ഈ പേഴ്സന്റെ കൂടെ കൂടിയിരുന്നത്. അപ്പൊ ആ ഒരു സത്യം ഈ വ്യക്തി ആദ്യം ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അത് ഓരോന്നോരോന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ നോക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾ ഈ പേഴ്സണായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടോ കുറെ ആഭരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നിനും വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ പേഴ്സന്റെ ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിനെ മാത്രമാണ് അന്നും ഇന്നും സ്നേഹിച്ചിട്ടുള്ളത്. പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് കാലമെടുത്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് പാത്താണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഈ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണെന്നും ഇതാണ് ഈ പേഴ്സന്റെ യഥാർത്ഥ വഴി. കാരണം ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് മുന്നിൽ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു. ഒരുപാട് കൂട്ടുകാരായിട്ടുള്ള വഴികളും അല്ലെങ്കിൽ വേറെ ആൾക്കാരായിട്ടുള്ള വഴികളും അവരായിട്ടുള്ള ജീവിതവും അവരുടെ ആവശ്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ വ്യക്തി വിചാരിച്ചിരുന്നത് അതൊക്കെയാണ് ഈ പേഴ്സന്റെ യഥാർത്ഥ ജീവിതത്തിലെ വഴികൾ, അതൊക്കെയാണ് ഈ പേഴ്സന്റെ സോൾ പർപ്പസ്, അതൊക്കെയാണ് ഈ പേഴ്സന്റെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്, തന്നെ കുറിച്ചിട്ട് അങ്ങനെ വലിയ എന്താ പറയാ ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ സ്നേഹത്തിലൂടെയാണ്. കാരണം നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു സാഹചര്യത്തെയോ ഒരു കാലഘട്ടത്തെയോ ഒരു വ്യക്തിയെയോ നോക്കിയിട്ടല്ല നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുന്നത്. ഏത് കാലഘട്ടമായാലും ഏത് സാഹചര്യമായാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മതി എന്നുള്ളൊരു ആ ഒരു തിരിച്ചറിവ് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പാത എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അബൻഡൻസ് ആൻഡ് എൻടൈറ്റിൽമെന്റ് ആണ് കാണിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതായത് സ്വന്തമായിട്ട് മുന്നേറാനാണ്, സാമ്പത്തികപരമായിട്ടൊക്കെ എല്ലാ രീതിയിലും മുന്നേറാനും അതിനോടൊപ്പം തന്നെ നിങ്ങളെയും കൂടി ആ കൈ കോർത്ത് പിടിക്കാൻ. കാരണം നമുക്കിവിടെ വലിയ കൊട്ടാരം കാണുന്നുണ്ട്, ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലം കാണുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു രാജാവ് നിൽക്കുന്നുണ്ട്. ഈ രാജാവ് രാജ്ഞിയുടെ കൈ കോർത്ത് പിടിച്ച് നിൽക്കുകയാണ്, അത് അഭിമാനത്തോടെ നിൽക്കുകയാണ്. അത് ഈ പേഴ്സണെയും നിങ്ങളെയുമാണ് ഇവിടെ കാണിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൈ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് അത്രയും സെറ്റിൽമെന്റ് ആയിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങളുമായിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൈ കോർത്ത് പിടിക്കാനാണ്. അതുപോലെ ഡിവൈൻ അബൻഡൻസ് ആണ്. മഹാലക്ഷ്മിയുടെ ഭയങ്കര ഒരു കടാക്ഷം ഈ ഒരു പ്രണയബന്ധത്തിൽ കാണാനുണ്ട്. മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലക്ഷ്മി ദേവിയാണ്. സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും ദീർഘായുസ് പരമായിട്ടൊക്കെ നമ്മളെ നല്ല രീതിയിൽ ബ്ലെസ് ചെയ്യുന്ന, നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് മഹാലക്ഷ്മി. അപ്പോൾ ഈ ഒരു ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം ഈ ഒരു പ്രണയബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്. നിറവ്, പ്രോസ്പെരിറ്റി, സംതൃപ്തി, അതുപോലെ സന്തോഷം, നിറവ്, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോ ഈ പ്രണയബന്ധത്തിന്റെ മഹത്വം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ പുറകെയോ നിങ്ങൾക്കൊരിക്കലും ഈ പേഴ്സന്റെ പുറകെയോ ഓടി നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രണയബന്ധത്തിന്റെ നിറവ് ഇപ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. അത് ഈ ഒരു ദേവിയുടെ സാന്നിധ്യത്തിലൂടെ ആയിരിക്കുന്നു മാത്രം. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ ഈ ദേവിയെ ഉപാസിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ദേവിയെ ഉപാസിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടോ നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.